എതിർപ്പുകൾ ഉണ്ടായോ? എതിർപ്പുകൾ ആയിഷയുടെ ഈ വിവാഹം ഡൽഹിയിൽ വെച്ച് നടക്കുന്നു, വലിയ വാർത്തകളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ലക്ഷദ്വീപ് വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും പടങ്ങൾ വരുന്നു, നിങ്ങൾ ഒരുമിച്ചുള്ള പടങ്ങളല്ല ചേർത്ത് വെച്ചുള്ള പടങ്ങൾ വരുന്നു. ആയിഷ വിവാഹം ചെയ്തു എന്ന് വാർത്തകൾ വരുന്നു. ഞാൻ ഒന്ന് ആയിഷയെ വിളിച്ചിരുന്നു, സംസാരിച്ചതാണ്. പക്ഷേ ആയിഷ പറഞ്ഞു ഇത് ഇപ്പോൾ വാർത്തയ്ക്കല്ല, എനിക്കൊരു വലിയ കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷദ്വീപിൽ എതിർപ്പുകൾ ഉണ്ടായോ? ആയിഷ ഇങ്ങനെ പോയല്ലോ. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, എനിക്ക് വന്ന മെസ്സേജും കോൾസും ഒക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പല ആൾക്കാരോടും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരൊക്കെ കോണ്ടാക്ട് ചെയ്തു. കാരണം ഞാനായിട്ട് പറയുന്നതാണല്ലോ അതിൻ്റെ മര്യാദ എന്ന രീതിയിൽ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ആദ്യം പറഞ്ഞത് അൽഹംദുലില്ലാ. ഇങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് വന്ന മെസ്സേജുകളൊക്കെ ആളെ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൾ വർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ. അതുകൊണ്ട് തന്നെ അയാൾക്ക് വന്ന മെസ്സേജും അങ്ങനെയാണ്. നമ്മൾ ഷെയർ ചെയ്യുമല്ലോ, പുള്ളിക്ക് എത്ര മെസ്സേജ് വന്നു, എന്തൊക്കെ മെസ്സേജ് എല്ലാവരും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ സ്റ്റാറ്റസ് ഇട്ടു ഞങ്ങൾക്കൊരു അളിയനും കിട്ടിയത്. അപ്പം അളിയനായിട്ട് കാണുന്ന ഒരു വിഭാഗം ആളുകളെ ഞാൻ അവിടെ കണ്ടു. പ്രതീക്ഷിച്ച പോലെ ഞാനും പ്രതീക്ഷിച്ച ഒരു ഭയങ്കരമായിട്ട് ആൾക്കാർ പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാവുക. പക്ഷെ അവരൊക്കെ ഇത് അംഗീകരിച്ചു എന്നുള്ളത് എന്നെ ഭയങ്കര സന്തോഷിപ്പിച്ചു. മേ ബി ചിലപ്പോൾ അത് എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കില്ല, എന്നെക്കാൾ കൂടുതൽ പുള്ളീനെ അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇത് അവതരിപ്പിച്ചത് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ വീടാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം സപ്പോർട്ട് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് ഞങ്ങളുടെ ഇത് കല്യാണത്തിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ വളരെ നല്ല രീതിയിലാണ് എന്നെ കണ്ടത്. പിന്നെ എന്നെ പറ്റിയൊക്കെ അവർക്ക് അറിയാം, പുള്ളി പോകുമ്പോൾ ഒക്കെ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും, എനിക്ക് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയൊക്കെയാണ് ഇന്നിപ്പം ഈ ഗൂഗിളിൽ തന്നെ എന്നെപ്പറ്റി അറിയാലോ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന കാര്യം എന്താണ്? ഇവള് പാകിസ്ഥാൻകാരിയാണ്, എൻ്റെ പേരുള്ള ഫേക്ക് വിക്കിപീഡിയ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നൊരു ഫാമിലി ആവണം നമ്മളെ ഉൾക്കൊള്ളുക അല്ലേ. അതേപോലെ എല്ലാം അറിഞ്ഞ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നൊരു ഫാമിലിയാണ് അവർ. അതുകൊണ്ട് എനിക്ക് അവിടെ അധികം സംസാരിക്കേണ്ടി വന്നില്ല. അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന ഒന്നുമില്ല. പിന്നെ ആളുടെ ഫാമിലിയൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടുപേര് തമ്മിലുള്ള ഇഷ്ടം, ഞങ്ങൾ രണ്ടുപേരും പക്വതയുള്ള സ്ത്രീ പുരുഷന്മാരാണ്. അല്ലാതെ നമ്മൾ ചെറിയ കുട്ടികൾ 20 വയസ്സുള്ളതോ അല്ലെങ്കിൽ 18 വയസ്സുള്ള ചെറിയ കുട്ടികളുടെ പ്രേമമൊന്നും അല്ലല്ലോ. ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമെടുത്തു? എൻ്റെ ഉമ്മയുടെ കാര്യത്തിൽ ഉമ്മാനോട് ഞാൻ ആദ്യം പറഞ്ഞു, ഉമ്മ ഇങ്ങനെ എനിക്കൊരു ഇഷ്ടമുണ്ട്, ഇന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് എന്താ പറഞ്ഞാൽ എൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കണമെന്നുള്ളതാണ്. ഉമ്മ ആഗ്രഹിക്കുന്നത് ഞാൻ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഉമ്മനെ മാനസികമായിട്ട് ഉമ്മാക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അറിയുന്ന എൻ്റെ ബന്ധുക്കളോടും അതേപോലെ സുഹൃത്തുക്കളോടും ഉമ്മ കരഞ്ഞു പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിയാറുണ്ട്. അപ്പോൾ പിന്നെ ഞാനും ആലോചിച്ചു എന്തായാലും ഉമ്മക്കിത് സന്തോഷമാവും എന്നുള്ളത്. ഉമ്മ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ദീപെന്ന് തന്നെ ഉമ്മയുടെ സുഹൃത്തുക്കൾ വിളിച്ച് എന്നോട് പറയാം, നീ കല്യാണം കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഉമ്മയാണെന്ന്. ഉമ്മയുടെ പൊരുത്തം ഉണ്ടിക്ക. പിന്നെ നമ്മുടെ വീട്ടിൽ പല കുടുംബങ്ങളുണ്ടല്ലോ, ഉമ്മയുടെ വീട്ടുകാർ, വാപ്പയുടെ വീട്ടുകാർ, അങ്ങനെ കുടുംബങ്ങളുണ്ട്. ചിലപ്പോൾ ആയിഷയുടെ ഒരു വളർച്ചയിൽ അസൂയപ്പെടുന്നവരുണ്ടാകും, അല്ല ആയിഷയുടെ ഒരു പോരാട്ടത്തിൽ കൂടെ നിൽക്കാൻ കഴിയാത്തവരുണ്ടാകും. അത് പാർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട്. അത്തരം ആളുകൾ ഈ വിവാഹം വന്നപ്പോൾ എതിർത്തിട്ടുണ്ടോ? ഇല്ല, എതിർത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഫൈസലിൻ്റെ കുറച്ച് ടീം, നേരത്തെ MP ആയിരുന്ന, ഇന്ന് ex-MP ആയിരുന്ന ഫൈസലിൻ്റെ കുറച്ച് ടീമുകൾ ഈ സംഗീത് ചാനലിൽ വരുന്ന വീഡിയോ തന്നെ ഡൗൺലോഡ് ചെയ്ത് അത് പ്രചരിപ്പിക്കുന്നത് കാണാം. ആ ഒരു പ്രചാരണം ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് ഇന്ന് കൃത്യമായിട്ട് മറുപടിയും കൊടുത്താണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സംഘികൾ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു. കാരണം ഈ ഫൈസലിൻ്റെ അനിയൻ ഒരാളുണ്ട്, അയാളുടെ ഒരു ഓഡിയോ ഒരിക്കൽ ഇലക്ഷൻ സമയത്ത് ലീക്കായതാണ്. അതിൽ പറയുന്നുണ്ട് RSS നല്ല പാർട്ടിയാണ്, RSSന് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം RSSനെയും സംഘികളെയും ഏറ്റവും കൂടുതൽ താങ്ങിപ്പിടിക്കുന്ന ഫൈസലിനെ പോലുള്ള ആൾക്കാരും ഫൈസലിൻ്റെ ടീമിനും ഇത് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കും ജനങ്ങളുടെ ഇടയിൽ. ചുമ്മാ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ, ഇപ്പം കേരളത്തിൽ സംഘികൾ ചെയ്യുന്ന പോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.